ചെയ്തു. എന്തിന്? അവരുടെ മോളുടെ സ്കൂളിലെ പേരൻസ് ഡേ ആയിരുന്നു. ഷട്ടിൽ കോമ്പറ്റീഷൻ അവരും ചേർന്നു. തുടങ്ങി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു വിത്ത് ഹൈ BP. ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാ ഈ ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്നത്? വല്ല നാരങ്ങ സ്പൂൺ പോലുള്ള കളിക്കൊക്കെ പോയി ചേർന്നാ പോരെ. എന്നിട്ട് എനിത്തിങ് സീരിയസ്? നത്തിങ് സർ. ECG നോർമലാണ്. പിന്നെ ഷുഗറും കൊളസ്ട്രോളും നേരത്തെ ഹയർ സൈഡ് ആയിരുന്നുകൊണ്ട് റൂട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ചെയ്തു. കാര്യങ്ങൾ അപ്പം അറിയിക്കാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മറ്റന്നാൾ 10 o'clock. സർ. ഇൻഫോം ദ കമ്മീഷൻ ആൻഡ് ഓൾ കൺസേൺ. സർ. ഏതായാലും ഓഫീസിൽ എല്ലാരും കൂടി തനിക്കൊരു പേരിട്ടിട്ടുണ്ട്, സാനിയ മിർസ. എല്ലാരും കൂടി എന്ന് പറയുമ്പോ ഇട്ടത് ഒരാളായിരിക്കുമല്ലോ. അല്ലേലും സാനിയ ടെന്നീസ് കളിക്കാരിയല്ലേ, ഇതിപ്പോ ഷട്ടിലല്ലേ? വിവരമില്ലാത്തൊരു പേരിട്ട അതുപോലെ ഇരിക്കും സാറേ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. ജീവിതാവസാനം വരെ കഴിച്ചോണ്ടിരിക്കാൻ നല്ലതേ ഹോമിയോ ചെയ്യ്. നല്ല ബെസ്റ്റ് ഒരാളെ ഞാൻ തരാം, ഡോക്ടർ പാർത്ഥസാരഥി. BP മാത്രല്ല, കൊളസ്ട്രോളും ഷുഗറൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്റെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത് പുള്ളിയാ. ഫാദറോ? മരിച്ചുപോയി. ശ്രീയേട്ടന്റെ മാറിയത് പക്ഷേ ആയുർവേദം കൊണ്ട്. ഡോക്ടർ വരുമ്പോഴേ ഷട്ടിൽ കളിച്ചതിന്റെ ആണോന്ന് ചോദിക്കണം. ചിലർക്ക് ഡൈ ചെയ്തതിന്റെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. ഞാനിന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. രാത്രിയിൽ ഇപ്പൊ ഞാൻ വന്ന് കിടക്കണമെന്നുണ്ടെ ഭക്ഷണമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുതരും. കഞ്ഞി മതിട്ടോ. വേണമെന്നില്ല, നാളെ വന്നാ മതി. അമ്മയോട് തൽക്കാലം പറയണ്ട. ഞാനിപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഈ ആയുർവേദ ഹോമിയൊന്നും എനിക്കറിയില്ല. ചേച്ചി പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വെറുതെ നോക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് കേട്ടോ. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാനിങ്ങ് വരാം. ഇതുവരെ നിങ്ങൾ കേട്ടത് തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണവും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ കാർഷിക സർവകലാശാല പ്രൊഫസർ ശ്രീ ശ്രീജൻ കൊണ്ടോട്ടി നടത്തിയ പ്രഭാഷണം. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. രവി, വൈഫിൽ നിന്ന് ഡിസ്ചാർജാ. ഞാൻ ഒന്ന് വീട്ടിലാക്കിട്ട് വരാം. ഹായ് സാറേ, സാറിനെ വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഇതാ നമ്പർ. ഹലോ സാർ, ഞാൻ രാജീവ് നാരായണൻ. എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതെ. ഉവ്വ്. ഇതെന്താ, വീട്ടിലേക്കല്ലേ? എന്താ ആകപ്പാടെ? ട്രാഫിക് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ലൊക്കേഷൻ എവിടെയാ? ബൈപ്പാസ് റൂട്ട് ക്ലിയർ അല്ലെന്നൊരു മെസ്സേജ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. കൃത്യം 7 മണിക്ക് തന്നെ പ്രസിഡന്റിന്റെ വെഹിക്കിൾ പുറപ്പെടും. ഓവർ. എടപ്പള്ളി ബൈപ്പാസ്. സർ. സർ, ഞാൻ രാജീവ് നാരായണൻ. വരണമെന്ന് പറഞ്ഞിരുന്നു. തമ്മനം വഴി പോണം. അതിലെ ഇപ്പോഴും വണ്ടികൾ പോകുന്നുണ്ടെന്നാ മെസ്സേജ്. സർ. ആരാ? സർ, ഞാൻ രാജീവ് നാരായണൻ. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. CI വിനോദ് സാറിനെ വിളിച്ചിട്ടുണ്ടാവും. ആ ശിവൻകുട്ടിയുടെ മോന്റെ കേസല്ലേ? അതെ. ഇതല്ലേ ആള്?
ഇത് നിങ്ങളുടെ ലൈസൻസ് അല്ലേ? അതെ. കാലാവധി കഴിഞ്ഞതാണല്ലോ. എന്ന് വെച്ചാ 3 വർഷം ജയിലിൽ കിടക്കാൻ വകുപ്പുണ്ടെന്ന്. അല്ല, നിങ്ങളെ പറഞ്ഞാ മതി. ഓടിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ വണ്ടി കൊടുത്തു വിട്ടിട്ട് ആ പയ്യനെ കോമ്പൗണ്ട് ഫ്രാക്ചറാ. പത്രവും ടിവിയും കോടതിയൊക്കെ പുറകെ വരുന്നുണ്ട്. അനുഭവിച്ചല്ല. അല്ല CI സാറ് CI സാറിന് മാറ്റി തരാൻ പറ്റില്ലല്ലോ. ഗ്രേവ് RTA ക്രൈമാ. ഇത് അങ്ങനെ ഒന്നും തീരില്ല. എന്താ സ്റ്റീഫൻ, പാലാരിവട്ടമൊക്കെ ഫുൾ ജാമാണല്ലോ. സർ, നോ പാർക്കിംഗിൽ 2 കാറുകൾ കിടപ്പുണ്ട്. മാറ്റാൻ റിക്കവറി വെഹിക്കിൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങല്ലേ? അതെ സർ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ട് മറ്റന്നാളാ, നെടുമ്പാശ്ശേരിക്ക്. ഓക്കെ സർ. എനിക്കറിയായിരുന്നോ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഇത്ര നേരം അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടി വിട്ടു വന്നു. ഓ, ഇൻ്റർവ്യൂ. അത് ഞാൻ പോയെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാനാ വിനോദേ? ആ, നിങ്ങൾക്ക് കാര്യവിവരമുള്ളൊരു ഭാര്യയുണ്ട്, അതങ്ങനെ പറയുന്നു. പല റെക്കോർഡ്സിലും ഇയർ ഓഫ് ബർത്ത് വേറെയാ. നേരത്തെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ കാണിച്ച അതിബുദ്ധിയാ. ശരിക്കുള്ള പ്രായത്തേക്കാൾ കൂടുതലാണ് പല സർട്ടിഫിക്കറ്റിലും. സത്യവേദാന്ന ഇപ്പം എൻ്റെ സംശയം. ആ, ഞാൻ വിളിക്കാം. ഞാനുണ്ടാക്കിയ ആക്സിഡന്റിന് നിന്റെ ലൈസൻസ് സബ്മിറ്റ് ചെയ്തതിന് റിവെഞ്ച് ആയിരുന്നോ? അതോ ഒറ്റയ്ക്ക് ഞാനങ്ങനെ അയർലൻഡിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ? ലൈസൻസ് എക്സ്പയർ ആയ കാര്യം തീരെ അങ്ങ് അറിയാൻ വയ്യായിരുന്നു എന്ന് പറയരുത്. സത്യമായിട്ടും എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ലൈസൻസ് കിട്ടിയത് പിന്നെ ഇന്നലെ ഇതിനു വേണ്ടി എടുത്തപ്പോഴാണ് ഞാനത് കൈകൊണ്ട് തൊട്ടത്. അതൊന്നും തുറന്നു നോക്കാൻ പോലും നിനക്ക് തോന്നിയില്ല? ഈ ലൈസൻസ് എന്ന് പറയുന്ന സാധനത്തിന് കാലാവധിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നതേ ഇന്നാ. ഒരു ഇൻഷുറൻസ് ക്ലെയിമും കിട്ടില്ല. ആ പോലീസുകാരൻ പറഞ്ഞ കേട്ടല്ലോ, ഇന്റർവ്യൂ നടക്കുന്ന നേരത്ത് നമുക്കിവിടെ കേസ് കളിച്ച് നടക്കാം. നമുക്കല്ല, സോറി, എനിക്ക്. ഉത്തരവാദിത്തം വണ്ടിയുടെ ഓണർക്കാം. അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. രാജീവ്, അയർലൻഡിന് രാജീവ് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാവിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയില്ലേ? നമ്മളത് സംസാരിച്ചിട്ടുള്ളതാണല്ലോ. ശരിയാ, എനിക്കും ലച്ചുവിനും കൂടെ വരാൻ പറ്റാത്തതിന് എനിക്ക് വിഷമം തന്നെയാ. ഞാൻ ഇന്റർവ്യൂ തോറ്റേന്റെ അന്ന് തൊട്ട് ലച്ചു എന്നോട് മിണ്ടുന്നില്ല. ഇനി രാജീവും ഇങ്ങനെ പറയാതെ നമുക്കൊരു നല്ല ജീവിതം വേണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ നിന്നെ സംബന്ധിച്ച് അത് ഓഫീസിൽ പറയാനുള്ള ഒരു പൊങ്ങച്ച കഥയാ. ഞാൻ നല്ല ജീവിതം എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പോഴത്തെ എനിക്ക് മടുത്തോന്നു. കാറ് പാർക്ക് ചെയ്യാനെങ്കിലും സൗകര്യമുള്ള ഒരു വീട് എനിക്ക് വേണം. കൊള്ളാവുന്ന അയൽപ്പക്കം വേണം. സംസാരിക്കാൻ ആൾക്കാർ വേണം. സംസാരം എന്ന് പറയുമ്പോ ശശീലയുടെ കൊച്ചിന് കമ്മല് മേടിച്ചതും മഞ്ജുഷയുടെ പിള്ളേർ ടൂർ പോയതും അല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ലഞ്ച് തന്നോടും അത്താഴം കൊണ്ടടി. ഒരു പ്രശ്നവുമില്ല. ഹാപ്പിലി മാരീഡ്. ഫ്രണ്ട്സിന് അസൂയ എന്നോട്. എന്താണെന്നോ, അവരുടെയൊക്കെ ഭാര്യമാർ അവരുടെ ജോലി കയറി ഇടപെടും. അനൗൺസ്മെന്റ് ശരിയായില്ലെങ്കിൽ അത് പറയും. ന്യൂസ് റീഡിംഗിലെ മോഡുലേഷനെ പറ്റി പറയും. പ്രോഗ്രാം തന്നാൽ അത് ഫോൺ ചെയ്ത് പറയും. മഹാശല്യം. ഞാൻ മാത്രം ഇതൊന്നുമില്ലാത്ത ലക്കി ഹസ്ബൻഡ്. രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട, സ്പോർട്സ് വേണ്ട, സാഹിത്യം വേണ്ട, പച്ചക്കറി, ഉള്ളുവില, സ്കൂൾ ഫീസ് അത് മാത്രം കേട്ടാൽ മതി. വെരി ഹാപ്പിലി മാരീഡ്. ഇതൊക്കെ ഞാൻ രാജീവിനോട് വന്ന് പറയുന്നത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമാണെന്നാണോ രാജീവ് വിചാരിച്ചിരിക്കുന്നത്? അച്ഛന്റെ അമ്മയുടെ നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിലും ഒരു കുറവും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പച്ചക്കറി, ഉള്ളിവിലയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ തന്നെയാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ളതും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഒരു ദിവസം മുടങ്ങട്ടെ അത്, അല്ലെങ്കിൽ ഒരു മുളക് എക്സ്ട്രാ ഉണ്ടാവട്ടെ ഏതെങ്കിലും ഒരു കറിക്കകത്ത്. അന്ന് തെറ്റുമല്ലോ എല്ലാവരുടെയും മൂഡ്. ആളെ വെക്കണോ അടുക്കളയിൽ? പുറത്തുനിന്ന് വരുത്തണോ ഫുഡ്? ഞാൻ റെഡി. ബോറടിപ്പിക്കാത്തൊരു ഭാര്യയെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ.
രാജീവ്, ഞാനും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. സ്വപ്നോ? എന്താ നിന്റെ സ്വപ്നം? എന്ത് സ്വപ്നം നീ വേണ്ടാന്ന് വെച്ചത്? UDC പോസ്റ്റിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടിലേക്ക് പോകണമെന്നെങ്കിലും നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വപ്നം കാണാനുമാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ. ഒരുമാതിരി മുടിയും ചോപ്പിച്ചും സ്വപ്നം പോലും. ഒന്നെടുത്ത് തുടയ്ക്ക്. ഹലോ, അതെ. എന്തിനാ? ശരി. IG-യുടെ ഓഫീസിൽ നിന്നാ രാവിലെ 10 മണിക്ക് അവിടെ ഹാജരാവണമെന്ന്. തന്നെത്താനങ്ങ് വെക്കണം. ഞാൻ കൂടെ വരുമെന്ന് വിചാരിക്കണ്ട എങ്ങോട്ടും. ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ലേറ്റായി. ആ തലവേദന ആയതുകൊണ്ട് അവൾ നേരത്തെ ഉറങ്ങി. അത്താഴം മേശപ്പുറത്തുണ്ട്, ചെല്ല്. PF ഗ്രാറ്റുവിറ്റി ഞാൻ കണക്കൂട്ടിയായിരുന്നു. കുറച്ച് ലച്ചുവിന്റെ പേരിടാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം മരുന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചാ എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പേടിച്ച് ചത്തുപോവും. ഒന്നെന്റെ കൂടെ വാ പ്ലീസ്. ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? കഴിക്കുന്നില്ലേ? എന്താ? ആക്സിഡന്റിന്റെ കാര്യത്തിന് IG എന്നെ വിളിപ്പിച്ചിരിക്കുക. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാച്ചാ. അതെന്താ, നീ പോകുന്നില്ലേ? ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കുഴപ്പത്തിന് ഒറ്റയ്ക്ക് തന്നെ പരിഹാരം കണ്ടാൽ മതി. എന്ന് പറഞ്ഞാ പറ്റുമോ? നീ പറഞ്ഞിട്ടില്ല അവള് ലൈസൻസ് എടുത്ത് തന്നത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൂടെ പോവാം. അച്ഛന് നാളെ ജോലിക്ക് പോകണ്ടേ? പക്ഷെ ഇവളുടെ കൂടെ ആരെങ്കിലും പോകണ്ടേ? അതല്ല ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞു.